കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകം. ചെറിയൊരു മുത്തുമണി പോലത്തെ ഒരു പൊന്നുണ്ണി കാണാൻ, ചെറിയൊരു ഉണ്ണി കാണാൻ. കുഞ്ഞിക്കാലുമിൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റിക്കിടക്കേണ്ട ഒരു മിടുമിടുക്കൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് തോളത്തെ സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ നിപ്പ് കാണാൻ. നല്ല രസമായിട്ടൊരു നിപ്പ. സന്തോഷം, ഒരു ആനന്ദ നൃത്തം ചെയ്യണ പോലെ കണ്ടാൽ തോന്നുക. നിൽക്കാൻ തോന്നുന്നില്ല, നൃത്തം ചെയ്യണ ഒരു ഭാവം കണ്ടാൽ. വലത്തെ കയ്യിലൊരു വെണ്ണൂർല, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലും പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കണ ഒരു ഉണ്ണി. ഒരു മിടുമിടുക്കനൊരു ഉണ്ണി. അതിൽ ഭംഗി പറയണ്ടോ, അത്ര രസമുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൻ്റെ സ്വർണ്ണഗോപി, കളഭം കൊണ്ട് കിരീടം പോലെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാണെങ്കിലും കിരീടമൊക്കെ അങ്ങനെ നല്ല ഭംഗിയുടെ എനിക്ക് തോന്നുന്നു. കിരീടം യശോദമ്മയോട് പറഞ്ഞ നല്ല ഭംഗിയുള്ള കിരീടം തലയിൽ വെച്ചിട്ട് നിൽക്കണമെന്നാണ് തോന്നുന്നത്. മയിൽപ്പീലിയല്ല കാണുന്നത്, കിരീടമാണ് കാണുന്നത്. ആ കിരീടം എന്ന് പറഞ്ഞാൽ നന്ദഗോപുരൻ്റെ കിരീടമാണോ അങ്ങനെ അറിയില്ല. അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കിരീടം. ആ കിരീടം ചാർത്തി നൃത്തം ചെയ്യണ പോലെ തോന്നാക്കി കണ്ടാൽ. അത്ര രസമായിട്ടാണ് നിൽക്കണത്. നല്ല കൗതുകം, നല്ല പുഞ്ചിരി. നല്ല കൗതുകം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല രസമുള്ള ആ നൃത്തം. എന്താ രണ്ട് വെണ്ണയും മുടക്കൊള്ളും പിടിച്ച് തുള്ളി തുള്ളി കളിക്കുന്നവരുണ്ട്. കാണാൻ നല്ല കൗതുകമാണ്. തിരുമുടി മാലകൾ 3 ചാർത്തിക്കണം. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത് ഒന്ന്, വെളുത്ത പൂവും തുളസിയും മാത്രമായിട്ട് ഒന്ന്, വെളുത്ത പൂവും തുളസി തെച്ചിപ്പൂവായിട്ടുള്ളത് ഒന്ന്, അങ്ങനെ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെയാ വെച്ചാൽ താമര, വെളുത്ത താമര, തുളസി, തെച്ചി, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ളത് ഒന്ന്. മറ്റേതെങ്ങനെ വെച്ചാൽ വെളുത്ത താമരയും തുളസിയും മാത്രമായിട്ടുള്ളത് ഒന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും 3 തിരുമുടി മാലകൾ ചാർത്തി. അതിൻ്റെ നടുവിൽ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ 2 കാലം ഇങ്ങനെ തുള്ളിയിട്ട് അങ്ങനെ നിൽക്കണം തോന്നും കണ്ടാൽ. അത്ര രസമാണ് കാണാൻ. അതുപോലെ ആ തിരുമുടിമാലകളുടെ മോട് വിധാനമായിട്ടുള്ള 4-5 ഉണ്ടമാലകളെല്ലാം താമരയും തുളസിയായിട്ടുള്ളത്. വെളുത്ത താമരയും തുളസി കേട്ടോ. അങ്ങനത്തെ ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. 4-5 ഉണ്ട് അത്. ശ്രീരകത്തിൽ നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കാണാൻ ഓടക്കുഴലും വെണ്ണയും പിടിച്ചിട്ട് യശോദമ്മ നൃത്തം ചെയ്യാൻ പറഞ്ഞത് നൃത്തം ചെയ്യാണോ എന്താ അറിയില്ല, അങ്ങനെ തോന്നും കണ്ടാൽ. ആ കിരീടം തിരുമുടിയല്ലേ, കിരീടമൊക്കെ വെച്ചിട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ലോകത്തിലെ സുന്ദര സാധനങ്ങളാലോകനം ചെയ്തു മടുത്തു മേലാൽ കാർവർണ്ണ നിൻ പുണ്യവപുസിനുള്ള ലാവണ്യമുണ്ണാൻ കൊതിയായിടുന്നു. കൃഷ്ണന്റെ തൃക്കാൽ ചുവടു ഒറിടുന്ന രാഗത്തളപ്പായ കുനുന്തു തിന്നാൻ കൊതിച്ചു കൊണ്ടൻ മനമായൊരെണ്ണം കുതിച്ചു മേൽപോട്ട് പറന്നിടുന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ വലത്തെ കയ്യിലൊരു വെണ്ണറിലും ഇടത്തെ കയ്യിലൊരു ഓടക്കോളിലും പിടിച്ചിട്ട് കിരീടമൊക്കെ ചാർത്തിയിട്ട്, എന്നാൽ പീലി തിരുമുടി എന്നല്ല, ചെറിയ ഉണ്ണിയാണെന്ന് ആ കിരീടം ചാർത്തിയിടുന്നത്. അങ്ങനെ ആ കിരീടമൊക്കെ ചാർത്തി നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കണ ഒരു ഉണ്ണി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഉണ്ണി കണ്ണൻ്റെ നിപ്പ് കാണാൻ നല്ല കൗതുകമുണ്ട്. ഞാൻ നല്ല സന്തോഷത്തിലാണ്. പൊന്നുണ്ണി കണ്ണനും സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്യാൻ ഞാനും നല്ല സന്തോഷത്തിൽ മനസ്സിൽ വിചാരിച്ച എല്ലാവർക്കും ആ സന്തോഷം കിട്ടും. പൊന്നുണ്ണി കണ്ണൻ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ രൂപം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. 2 തൃപ്പാദം മുറുകെ പിടിക്കുക. മൃദുവായുള്ള 2 തൃപ്പാദം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന തൃപ്പാദം 2 നമുക്കുള്ളതാണ്. അങ്ങനെ ആ സന്തോഷത്തോടുകൂടി ആ തൃപ്പാദം പിടിച്ച് ആ തിരുമുഖം നോക്കി നൃത്തം ചെയ്യുമ്പോൾ നല്ല പുഞ്ചിരി തൂക്കിയിട്ടാണ് നൃത്തം ചെയ്യണത്. ആ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.